Hello guys, welcome back to my channel Afsa World. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ഗൈസ്, സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫ്ലവറാണ്. ലോട്ടസ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന താഴെ ഗ്രീനും മുകളിൽ പിങ്ക് ആയിട്ട് നല്ലൊരു രസമുള്ള ഒരു ലോട്ടസ്. സോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ഗൈസ്, സോ ഇത് നമുക്ക് ഫസ്റ്റ് വേണ്ട ഒരു ഗ്രീൻ കളർ A4 സൈസ് പേപ്പർ, ഒരു പിങ്ക് കളർ A4 സൈസ് പേപ്പർ. ആദ്യം ഈ പിങ്ക് കളർ A4 സൈസ് പേപ്പറിന് നമ്മൾ 7x7 സെൻറ്റിമീറ്റേഴ്സിൽ നമ്മൾ കട്ട് ചെയ്യണം. എന്ന് പറയുമ്പോൾ സ്ക്വയർ മൊത്തം 7x7 ആയിരിക്കണം. 7 സെൻറ്റിമീറ്റേഴ്സ് പറയുമ്പോൾ ഈ ഭാഗം 7 സെൻറ്റിമീറ്റർ, ഈ ഭാഗം 7 സെൻറ്റിമീറ്റർ, അങ്ങനത്തെ ഒരു സ്ക്വയർ പീസ്. ആ ഒരു സ്ക്വയർ പീസ് നമുക്ക് എടുത്തതിന് ശേഷം എന്താ എടുത്തിരിക്കുന്ന ഒരു സ്ക്വയർ പീസ് ഇതാണ്. ഇതെടുത്തതിന് ശേഷം നമ്മൾ നടുക്കുന്നതാ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മളൊന്ന് മടക്കണം. ശേഷം അത് തുറന്നതിന് ശേഷം ഈ നടുക്കുള്ള ലൈനിൽ കൂടെ നമ്മളിത് ഇങ്ങനെ മടക്കണം, ഇങ്ങനെ മടക്കണം. അപ്പോൾ നമുക്കിത് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും. ഇനി ഈ ഭാഗവും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതാ ഇങ്ങനെയും മടക്കണം. അപ്പോൾ നമുക്കിത് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും. ഇനി ഇതിനാ ബാക്കിലോട്ട് നമ്മളിങ്ങനെ കൊണ്ട് വെക്കുമ്പോൾ ഉള്ള ഈ ഒരു ഭാഗം ബാക്കിലോട്ട് ഇതേപോലെ ഒരു 40 എണ്ണം ഉണ്ടാക്കണം. സോ ഞാൻ 40 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതേപോലെ തന്നെ നമ്മൾ ഗ്രീൻ കളറും ഉണ്ടാക്കണം. ഈ ഗ്രീൻ കളർ നമ്മൾ ഉണ്ടാക്കുന്നത് താഴത്തെ ലീഫിന് വേണ്ടിയാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ലോട്ടസ് അല്ലേ, അപ്പോൾ ഇതിന് താഴത്തെ ലീഫിന് വേണ്ടിയാണ് ഈ ഗ്രീൻ കളറ്. സോ ഈ ഗ്രീൻ കളർ കുറേ ഉണ്ടാക്കിയതിന് ശേഷം ഈ ഒരു ഭാഗത്ത് ഇവിടെ മാത്രം നമ്മൾ ഗ്ലൂ ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്കൊരു പൂവിൻ്റെ ഷേപ്പ് കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ നമ്മളിത് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, ഈ ഭാഗം ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു ഭാഗം തുറന്നതിന് ശേഷം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 15x15 ഒരു സ്ക്വയർ പീസിൽ ഈ എല്ലാ പൂവും കൂടെ ചേർത്ത് ഒട്ടിച്ച് കൊടുക്കുക. സോ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ ആദ്യം ചെയ്ത ആ ഒരു ലീഫ്. ഇനി ഇവിടെ ഞാൻ പശ വെച്ചിട്ട് ഇതാണ് 15x15. സോ അതിലിങ്ങനെ ഒട്ടിച്ചെടുക്കാം. സോ അത് ഞാൻ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, സോ ഞാൻ ഇതിവിടെ നല്ലോണം തൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതേപോലത്തെ പീസസിൽ ഈ ഒരു ഇവിടെയും നമ്മൾ എന്താ പറയുക പശ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ ഏകദേശം നടുക്ക് ഭാഗത്തായിട്ട് ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ചുറ്റും വയ്ക്കുക. സാധാരണ ഞാനൊന്ന് ചുറ്റും വയ്ക്കാം. Okay guys, so നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. If you like this video, please share, subscribe, like and comment. Thank you and have a nice day and bye.